ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് മട്ടാഞ്ചേരി സ്വദേശിക്ക് അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും നഷ്ടമായത്. രാത്രി 10 മണിയോടെ പ്രമുഖ ബാങ്കിന്റെ പേരിൽ ആധാർ അപ്ഡേഷനുള്ള ഒരു മെസ്സേജ് വാട്സാപ്പിൽ വന്നു. ഒപ്പം ഒരു APK ഫയലും. ഇത് ഡൗൺലോഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. പിറ്റേന്ന് രാവിലെ 6 മണിയായപ്പോഴേക്കും അക്കൗണ്ടിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപയും നഷ്ടമായി. നാൽപ്പത്തിരണ്ട് അക്കൗണ്ടുകൾ വഴിയാണ് പണം തട്ടിയെടുത്തത്. പരാതിക്കാരന്റെ ഫോണിലെത്തിയ APK ഫയലിന്റെ ഉറവിടം കണ്ടെത്തിയതാണ് കൊച്ചി സിറ്റി പോലീസിന് തുമ്പായി മാറിയത്. സൈബർ മേഖലയിലെ വളരെ സങ്കീർണമായ വിവരശേഖരണങ്ങൾക്കൊടുവിൽ പോലീസിന് ഡൽഹി സ്വദേശിയായ ഒരാളുടെ വിവരം കിട്ടി. ഇയാളെ തേടി 10 ദിവസം ഡൽഹിയിൽ അലഞ്ഞ പോലീസ് സംഘം ഒടുവിലെത്തിയത് ഗ്രേറ്റർ നോയിഡയിലെ വലിയ ഫ്ളാറ്റ് സമുച്ചയത്തിൽ. ഇവിടെ നിന്നാണ് വ്യാജ പേരിൽ ഇടപാടുകൾ നടത്തിയിരുന്ന ധീരജ് ഗിരിയെ പോലീസ് പൊക്കിയത്. ഇയാളിൽ നിന്ന് 20ഓളം പാസ്ബുക്കുകൾ, നിരവധി ATM കാർഡുകൾ, പല പേരുകളിലുള്ള പാൻ കാർഡുകൾ, വില കൂടിയ 6 മൊബൈൽ ഫോണുകൾ എന്നിവ പിടിച്ചെടുത്തു. ചുരുങ്ങിയ കാലം കൊണ്ട് ഇയാൾ ഗ്രേറ്റർ നോയിഡയിൽ ഫ്ളാറ്റും 2 ആഡംബര കാറുകളും സ്വന്തമാക്കിയിരുന്നു. തട്ടിയെടുക്കുന്ന പണം അക്കൗണ്ടിൽ സൂക്ഷിക്കാതെ അപ്പോൾ തന്നെ അവെഞ്ചർ ഗെയിമിലേക്കാണ് ധീരജ് നിക്ഷേപിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. Once you open the APK file, all the messages of this victim are going to the accused person. So from there, this is whole thing night. All the transactions happen, and the victim doesn't know. When the morning when he see his account, entire balance is gone. സൈബർ തട്ടിപ്പിനായി ധീരജിന് കീഴിൽ വലിയൊരു സംഘം തന്നെയുണ്ട്. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വാട്സപ്പ് വഴിയെത്തുന്ന APK ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. പണം നഷ്ടപ്പെട്ടാൽ അത് എത്രയും വേഗം പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. അക്കൗണ്ടുകൾ മരവിപ്പിച്ച് പണം വീണ്ടെടുക്കാനുള്ള സാധ്യത നഷ്ടപ്പെടുത്തരുതെന്നാണ് പോലീസിന്റെ ഉപദേശം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.